നമസ്കാരം. എല്ലാ ദിവസവും രാവിലെയുള്ള പ്രീ മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് കിടക്കാം. മാർക്കറ്റ് പാർട്ടിസിപ്പൻസിനെ സംബന്ധിച്ച് ഇപ്പോഴുള്ളൊരു സാഹചര്യം, മാർക്കറ്റിനെ സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങളും ഇവ ഫോക്കസ് ചെയ്യണം. കൂടാതെ തന്നെ യുദ്ധത്തിൻ്റെ ഗതി നിർണ്ണയിക്കുന്ന വാർത്തകൾ നമ്മൾ ഫോളോ ചെയ്യണം. കാരണം മാർക്കറ്റ് ഇനി ഈ ഒരു മൊമെൻറ്റിൽ നിന്ന് മുന്നോട്ടോ അതോ താഴോട്ടോ പോകുന്നത് ഈ ഈ യുദ്ധത്തിൻ്റെ പ്രോഗ്രസ് അനുസരിച്ചായിരിക്കും എന്നുള്ളതാണ്. അപ്പോൾ യുദ്ധത്തിൻ്റെ പ്രോഗ്രസ് നമുക്കറിയാവുന്ന പോലെ തന്നെ ഇറാൻ അയൽ മിഡിൽ ഈസ്റ്റിലേക്ക് തന്നെ ഇന്നലെ രാത്രിയും ആക്രമണം വ്യാപിച്ചു. ഇറാനെ സംബന്ധിച്ച് നേരിട്ട് ഇസ്രായേലിലേക്കൊരു ആക്രമണം നടത്തുക എന്ന് പറയുന്നത് അത്ര എളുപ്പമല്ല. കാരണം ഇറാൻ്റെ മാപ്പ് നോക്കിയാൽ കാണാൻ സാധിക്കും. തൊട്ടിപ്പുറേ ഇറാഖ്, US ഓൾറെഡി തന്നെ US പ്രതിരോധ സംവിധാനങ്ങൾ അവിടെ ഉണ്ട്. തൊട്ടപ്പുറം സിറിയ, ഓൾറെഡി US കീഴടക്കിയ രാജ്യങ്ങളാണ് ഇറാഖും സിറിയയൊക്കെ. പിന്നെ ജോർദാൻ, അവിടെയും ഈ വ്യോമ പ്രതിരോധ സംവിധാനങ്ങളെല്ലാം തന്നെ ഉണ്ട്. അത് മറികടന്ന് ഇനിയിപ്പോൾ ഇസ്രായേലിൽ പോയാലും നമ്മൾ അയൺ ഡോം മാത്രമല്ല, അയൺ ഡോം മാറ്റി നിർത്തിയാൽ 4 പ്രതിരോധ സംവിധാനങ്ങൾ എല്ലാം തന്നെ ഇസ്രായേലിനുണ്ട്. അപ്പോൾ അതുകൊണ്ട് നേരിട്ട് ഇസ്രായേലിലേക്കല്ല, മറിച്ച് മറ്റുള്ള മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളിലേക്ക് ആക്രമണം വ്യാപിപ്പിച്ച് ഹോർമുസ് കടലിടുക്കിൻ്റെ എല്ലാം തന്നെ ആ ഒരു ട്രാവൽ തടസ്സപ്പെടുത്തി അങ്ങനെ ഒരു പ്രഷർ ചെലുത്തുക എന്നുള്ളതായിരിക്കാം ഇറാൻ്റെ ഒരു നയം. പിന്നെ കരമാർഗ്ഗമാണെങ്കിൽ കരമാർഗ്ഗം ഒരിക്കലും US ഇസ്രായേലോ ഈ ഇറാനിലേക്ക് ആക്രമിക്കുമെന്ന് കരുതാൻ സാധിക്കില്ല. കാരണം ഇറാൻ്റെ ഈ ഒരു സൈനിക ശക്തി എന്ന് പറയുന്നത് ഏകദേശം ഒരു 7 ലക്ഷമാണ്. സൈനിക ശക്തിയേക്കാളും കൂടുതൽ ഇറാനെ സംബന്ധിച്ച് അവിടുത്തെ ഭൂപ്രകൃതി എന്ന് പറയുന്നത് വളരെ ദുർഗതം പിടിച്ചതാണ്. അപ്പോൾ അവിടെ ഒരു മിലിറ്ററി ഓപ്പറേഷൻ കരമാർഗ്ഗം നടത്താൻ പറ്റാനുള്ള സാധ്യതകളില്ല. അതുകൊണ്ടാണ് ഇന്നലെ ഒരു കാര്യം സംഭവിച്ചു. ഇതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്. ഇന്നലെ ഒരു കാര്യം സംഭവിച്ചത്, US ഫ്യൂച്ചർ അതിഗംഭീരമായിട്ടൊരു റിക്കവറി നടത്തി എന്നുള്ളതാണ്. അത് ഗംഭീരമായ റിക്കവറി നടത്തി എന്ന് പറയുമ്പോൾ പോസിറ്റീവിൽ ക്ലോസ് ചെയ്തല്ല, മറിച്ച് ഡേ ലോയിൽ നിന്ന് ഓൾമോസ്റ്റ് ഒരു 1.5% ഒരു റിക്കവറി. അതിൻ്റെ കാരണം ഈ പറഞ്ഞ പോലെ തന്നെ ട്രംപ് ഈ ഒരു ഹോർമുസ് കടലിടുക്ക് വഴിയുള്ള ഗതാഗതം വേണമെങ്കിൽ സെക്യൂരിറ്റി പ്രൊവൈഡ് ചെയ്യും എന്നുള്ള അദ്ദേഹത്തിൻ്റെ പ്രസ്താവനയാണ്. ഡോ ഫ്യൂച്ചർ കാണാം. ഡോ ഫ്യൂച്ചർ 47,695 ലോ ടെസ്റ്റ് ചെയ്തതിന് ശേഷം അവിടെ നിന്ന് ഏകദേശം ഒരു 2.13%, 1000 പോയിൻ്റ് റിക്കവറി രേഖപ്പെടുത്തി ഡോ ഫ്യൂച്ചർ. അപ്പോൾ US ഫ്യൂച്ചറാണ് ഡോ ഫ്യൂച്ചർ. അപ്പോൾ നിഫ്റ്റിയോ സമാനമായ അവസ്ഥയിൽ 24,150 എന്ന് പറയുമ്പോൾ ഏകദേശം ഒരു എനിക്ക് തോന്നുന്നു ഒരു 800 പോയിൻ്റ് താഴെയായിരുന്നു ടെസ്റ്റ് ചെയ്തത് ഇന്നലെ നിഫ്റ്റി. അവിടെ നിന്നും നിഫ്റ്റിയും ഒരു 1.82%, അഥവാ 439 പോയിൻറ്റിൻ്റെ റിക്കവറി രേഖപ്പെടുത്തി. അതിനർത്ഥം ഡോ ഫ്യൂച്ചറോ നിഫ്റ്റിയോ ഇന്ന് പോസിറ്റീവാണെന്നല്ല. നിഫ്റ്റി എനിക്ക് തോന്നുന്നു ഏകദേശം ഒരു 500 പോയിൻ്റൊക്കെ അടുത്താണ് ഗ്യാപ്പ് ഡൗൺ എക്സ്പെക്റ്റ് ചെയ്യുന്നത്. പക്ഷേ ആ ഒരു ട്രംപിൻ്റെ പ്രസ്താവന കാരണം ആ ഒരു റിക്കവറി രേഖപ്പെടുത്തിയില്ലായിരുന്നെങ്കിൽ നിഫ്റ്റി ഓപ്പൺ ചെയ്യുന്നത് ഏകദേശം ഒരു 1000 പോയിൻ്റ് ആയിരുന്നേനെ. അതാണ് ഞാൻ പറഞ്ഞ വ്യത്യാസം. അപ്പോൾ ഗ്ലോബൽ മാർക്കറ്റ് നമുക്ക് പരിശോധിക്കാം. ഗ്ലോബൽ മാർക്കറ്റിൽ ആദ്യമായിട്ട് നമ്മളുടെ ഒരു കാര്യം നമുക്ക് ഡിസ്കസ് ചെയ്യാം. പോസിറ്റീവായ കാര്യങ്ങൾ നമുക്ക് കൂടുതൽ ഡിസ്കസ് ചെയ്യാമല്ലോ. IT കമ്പനീസ്, US IT കമ്പനീസ് ഇന്നലെ മിക്സ്ഡ് പെർഫോമൻസ് ആയിരുന്നു. പോസിറ്റീവായിട്ട് കുറച്ച് സ്റ്റോക്കുകൾ ക്ലോസ് ചെയ്തിട്ടുണ്ട്. കാണാം, അസഞ്ചർ പോസിറ്റീവായിരുന്നു, ആമസോൺ പോസിറ്റീവായിരുന്നു, കൂടാതെ തന്നെ മെറ്റ, മൈക്രോസോഫ്റ്റ്, നെറ്റ്ഫ്ലിക്സ് പോസിറ്റീവായിരുന്നു. ഇടിഞ്ഞ സ്റ്റോക്കുകളും ഉണ്ട്. പക്ഷേ ഇതിൻ്റെ റിയാക്ഷൻ നമ്മളുടെ ഈ ADR സ്റ്റോക്കിലും കണ്ടു. കാണാം, ഇൻഫോസിസ് പോസിറ്റീവിൽ ക്ലോസ് ചെയ്തു. പിന്നീട് എക്സ്റ്റൻഡ് അവേഴ്സിൽ ഇടിഞ്ഞു പോട്ടെ. വിപ്രോ പക്ഷേ കാണാം 1.62% പോസിറ്റീവിലായിരുന്നു. എക്സ്റ്റൻഡിലും പോസിറ്റീവാണ്. അപ്പോൾ ഭീതിപ്പെടുത്തുന്ന കാര്യങ്ങൾ മാത്രം നമുക്ക് പറയേണ്ട കാര്യമില്ലല്ലോ, ഇത് ഫാക്റ്റാണ്. ഡോ ഫ്യൂച്ചർ റിക്കവർ ചെയ്തതും നിഫ്റ്റി റിക്കവർ ചെയ്തതും US മാർക്കറ്റിൽ ലിസ്റ്റ് ചെയ്ത ADR സ്റ്റോക്കുകളും US IT കമ്പനീസും റിക്കവർ ചെയ്തതെല്ലാം തന്നെ വാർത്തകളാണല്ലോ. അപ്പോൾ അതും കൂടി ഇതിനോടൊപ്പം തന്നെ നമ്മൾ കാണണം. എല്ലാം നെഗറ്റീവ് എന്നുള്ള രീതിയിൽ അപ്രോച്ച് ചെയ്യേണ്ട. ഞാൻ സ്റ്റിൽ പോസിറ്റീവായിട്ടൊന്നും തന്നെ ഇല്ല, പക്ഷേ ആ കാര്യങ്ങൾ നമ്മൾ നെഗ്ലക്റ്റ് ചെയ്യേണ്ട കാര്യമില്ല. അതായത് ഇന്ന് ഇന്ത്യൻ IT കമ്പനിയുടെ പ്രകടനം ജസ്റ്റ് നോക്കാം എങ്ങനെയായിരിക്കുമെന്ന്. ഗ്ലോബൽ മാർക്കറ്റ് ആസ് യൂഷ്വൽ ഏറ്റവും ടോപ്പിലേക്ക് പോവുകയാണെങ്കിൽ ഗോൾഡ് ഭയങ്കര വോളറ്റൈലാണ്. ഗോൾഡ് 55,059, സിൽവറും സ്പൈക്ക് ചെയ്തു. ബിറ്റ്കോയിൻ, ബ്രന്റ് ഓയിൽ 82 എത്തി. നാച്ചുറൽ ഗ്യാസ് കാണാം 3.04. നിഫ്റ്റി ഇപ്പോൾ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് നോക്കണ്ട, കാരണം കഴിഞ്ഞ ദിവസം നിഫ്റ്റി അൺയൂഷ്വലായിട്ട് ഫോളോ ചെയ്തു. ഡോ ഫ്യൂച്ചറൊക്കെ ഫോളാണ്. ഇപ്പോൾ ട്രേഡ് ചെയ്യുന്ന ജപ്പാൻ മാർക്കറ്റ്
1572 പോയിൻറ്റിൻ്റെ ഇടിവ്. കൊറിയയും 5% ഇടിവ് രേഖപ്പെടുത്തി. ജപ്പാനും ഇടിവ് രേഖപ്പെടുത്തി. ഇന്നലെ യൂറോപ്യൻ മാർക്കറ്റ് അതിഭീകരമായിട്ട് ഇടിവ് രേഖപ്പെടുത്തി. ജർമ്മൻ മാർക്കറ്റെല്ലാം തന്നെ 3.5% ഇടിവ് രേഖപ്പെടുത്തി. അപ്പോൾ നമ്മൾ ഇന്ത്യൻ മാർക്കറ്റിനെ പറ്റി പറയുമ്പോൾ ഇടിവുണ്ട് എന്ന് പറയുമ്പോൾ ജർമ്മൻ മാർക്കറ്റ് ഇന്നലെ 3.5% ഇടിവ് രേഖപ്പെടുത്തിയത്. 3.5% ഇടിവ് നമ്മുടെ നിഫ്റ്റി അന്നത്തെ ദിവസം രേഖപ്പെടുത്തിയിരുന്നില്ല. അപ്പോൾ അത്ര ഭീകരമായിട്ട് ഈ നമ്മുടെ യൂറോപ്യൻ മാർക്കറ്റെല്ലാം തന്നെ ഇടിവ് രേഖപ്പെടുന്നുണ്ട്. ഇപ്പോൾ ട്രേഡ് ചെയ്യുന്ന ഏഷ്യൻ മാർക്കറ്റും ഇടിവ് രേഖപ്പെടുന്നുണ്ട്. അപ്പോൾ അവിടെ ഇടിവ് രേഖപ്പെടുന്നുണ്ട്, നമ്മളും ഇടിവ് രേഖപ്പെടുത്തിയാൽ അത് ജസ്റ്റിഫയബിൾ ആണ് എന്നല്ല, പക്ഷെ അവിടെയും ഇടിവുണ്ട് എന്നുള്ളതാണ് വാസ്തവം. അപ്പോൾ ഇനി ആ നിഫ്റ്റിയുടെയും ഡോ ഫ്യൂച്ചറിൻ്റെ എല്ലാം തന്നെ റിക്കവറി കണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ മാർക്കറ്റിൽ കണ്ണും പൂട്ടിയൊന്നും ട്രേഡ് ചെയ്യാൻ നിൽക്കണ്ട. അപ്പോൾ എല്ലാവർക്കും ശുഭദിനം. താങ്ക് യു.